ഒരു വലിയ ബിൽഡിങ്ങിൽ ഞാൻ ഒറ്റയ്ക്കായി എല്ലാവരും നാട്ടിലോട്ട് പോയി, ഹൗസ് ഓണർ ഉൾപ്പെടെയൊക്കെ. അപ്പോൾ പിന്നെ ഞാനും നോർമലി റിസൈൻ ചെയ്തു, മീൻസ് ട്രാൻസ്ഫറായി നാട്ടിലോട്ട് പോകുന്നു. ഇവിടെ വന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി ഒരു 2 മാസം ലീവ് എടുത്ത് ജസ്റ്റ് തുടങ്ങിയതാണ്. 550 കിലോ 500 കിലോയൊക്കെ നമ്മൾ ഒരു ദിവസം ലോഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആ സമയം നമുക്ക് 30 രൂപ വെച്ച് 35 രൂപ വെച്ചൊക്കെ കിട്ടുമ്പോഴത്തേക്കും 15,000 രൂപ 20,000 രൂപ വരെയൊക്കെ നമുക്ക് വരുമാനം കിട്ടിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് കരുതി ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഇതിനിടയ്ക്കൊക്കെ ആൾ കയറി ചവിട്ടി നശിപ്പിച്ചിട്ടിരിക്കും. വലിയ കായ അവരെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അതിന് ശേഷമുള്ള ചെറിയ കായൊക്കെ മൂക്കാത്ത രൂപത്തിൽ വെച്ചാൽ ചെടി മുഴുവൻ നശിപ്പിക്കുന്ന രൂപത്തിലേക്കായിപ്പോയി. 500 കിലോ 600 കിലോളം ചീര നമ്മൾ ഇവിടുന്ന് മാത്രം പറിച്ചിട്ടുണ്ട്. ഇതും കണിവെള്ളരിയൊക്കെ ആയിട്ടാണ് നമ്മുടെ കേരളത്തിലെ വിഷുവിന് കണി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരുപാട് കർഷകർ. എൻ്റെ പേര് രജീഷ്. ഞാനിവിടെ ചേർത്തല താലൂക്കിലെ പള്ളിപ്പുറം എന്ന് പറയുന്ന ചേന്നംപള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ്. ഞാനിപ്പോൾ ഒരു 5-6 വർഷത്തോളമായിട്ടുള്ള കൃഷിയിൽ ഒരു കൂടുതൽ ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. കൂടുതലായിട്ട് ചെയ്യുന്നത് പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ 2-3 വെറൈറ്റി ചെയ്യാറുണ്ട്. അകം ചുവപ്പ്, യെല്ലോ, ഓറഞ്ച് ആ രൂപത്തിലുള്ള തണ്ണിമത്തനൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ വർഷമാണ് ഓറഞ്ചൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കുക്കുംബറുണ്ട്, കണിവെള്ളരി, കണിമത്തൻ, അങ്ങനെ ചീര, വഴുതന, പച്ചമുളക്, പാവൽ, പയർ, അങ്ങനെ ഒരുമാതിരി എല്ലാ ഐറ്റങ്ങളും നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. ബേസിക്കലി ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു കോവിഡ് വന്ന സിറ്റുവേഷനിൽ അതിന് മുമ്പായിട്ട് ഞാൻ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഈ കോവിഡ് ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേക്കും ആ ഒരു വലിയ ബിൽഡിങ്ങിൽ ഞാൻ ഒറ്റയ്ക്കായി എല്ലാവരും നാട്ടിലോട്ട് പോയി, ഹൗസ് ഓണർ ഉൾപ്പെടെയൊക്കെ. അപ്പോൾ പിന്നെ ഞാനും നോർമലി റിസൈൻ ചെയ്തു, മീൻസ് ട്രാൻസ്ഫറായി നാട്ടിലോട്ട് പോകുന്നു. ഇവിടെ വന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി ഒരു 2 മാസം ലീവ് എടുത്ത് ജസ്റ്റ് തുടങ്ങിയതാണ്. നമ്മുടെ ഒരു സുഹൃത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ പോലീസിൽ വർക്ക് ചെയ്യുന്നതാണ്. രഞ്ജിത്തിൻ്റെ അമ്മാവൻ ആയിട്ടുള്ള പ്രതാപൻ, ഇവർ രണ്ടുപേരുമാണ് എന്നെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പതിയെ ചെയ്യാൻ തുടങ്ങി. അതിപ്പോൾ ഒരു 5 വർഷത്തോളമായിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു 3 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്ത് പോരുന്നുണ്ട്. അതിൽ ഒരു 1.5 ഏക്കറോളം പാടായിരിക്കും. അത് ഈ മഴയില്ലാത്ത സമയത്ത്, ഈ കൊണ്ടൽ കൃഷി ഈ വേനൽ സമയത്താണ് അത് കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. പിന്നെ അല്ലാതെയുള്ള സമയത്ത് ഈ പറമ്പിലും പിന്നെ വേറൊരു പറമ്പിലുമായിട്ട് നമ്മളൊരു 1.5 ഏക്കറോളം സ്ഥലത്താണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യാറുള്ളത്. അവിടെ ആദ്യമായിട്ട് തുടങ്ങിയത് വെണ്ട കൃഷിയായിരുന്നു. തുടങ്ങി ഒരു 1 ഏക്കറോളം പാടത്ത് മുഴുവനും വെണ്ട തന്നെയായിരുന്നു. അങ്ങനെ ഒരു 100 കിലോയിൽ കൂടുതൽ വെണ്ട ഒരു ദിവസം വിളവെടുത്തുകൊണ്ട് അത് ഞങ്ങളെല്ലാവരും കൂടി ഡയറക്റ്റ് മാർക്കറ്റിങ്ങുമാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഈ ചേർത്തല അരുക്കുറ്റി റോഡിൽ എസ് വള കൃഷിഭവൻ എന്ന് പറയുന്ന റോഡിൻ്റെ സൈഡിലായിട്ട് നമ്മൾ തന്നെ നേരിട്ട് മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹോൾസെയിലായിട്ട് കൊടുക്കാറുണ്ട് പൊട്ടുവെള്ളരി അതുപോലുള്ള സാധനങ്ങളൊക്കെ. ഈ രൂപത്തിലാണ് കൃഷി ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത് കണിമത്തൻ, ഇതൊക്കെ ഇപ്പോൾ വിളവെടുക്കാറായിക്കൊണ്ടിരിക്കുന്ന വിഷുവിന് നമുക്ക് കണി വയ്ക്കാനായിട്ടുള്ള അതെ ഇതായി വരുന്ന കണിമത്തനാണ്. അപ്പുറത്ത് കണി വെള്ളരിയുണ്ട് അപ്പുറത്തെ സൈഡിലായിട്ട്. നമ്മൾ കണി ഉദ്ദേശിച്ചുകൊണ്ട് വിഷുവിന് പ്രമാണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണിത്. ഇപ്രാവശ്യത്തെ ഇവിടുത്തെ കൃഷി കുറച്ച് ഈ വേനലിൻ്റെ കടുപ്പം കൊണ്ട് നമുക്ക് കുറച്ച് മത്തയിലൊക്കെ കുറച്ച് ലോസ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ വെള്ളരി ഉണ്ട്, അതുപോലെ തന്നെ ചീര, പൊട്ടുവെള്ളരി അവിടെ നമ്മൾ കുറച്ച് വിളവെടുത്തിട്ടുണ്ട്. വെള്ളരിയൊക്കെ കളറായി കിടക്കുവാണ് ഇവിടെ. ഇതിനിടയ്ക്കൊക്കെ ആയിട്ട് അവിടെ പൊട്ടുവെള്ളരി നമ്മൾ വിളവെടുത്ത് കുറച്ചിരിപ്പുണ്ട്, കുറച്ചുകൂടി എടുക്കാനുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കൊണ്ടലിൻ്റെ ഈ വേനലിൻ്റെ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറമ്പിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ സാധനവും നമുക്ക് കിട്ടുന്ന രൂപത്തിലായിരുന്നു. വെള്ളരി ഉണ്ടാവും, ഇളവനുണ്ട്, വെണ്ട, പയർ, പാവൽ, പീച്ചിൽ, പടവലം, ഇത്ര സാധനങ്ങൾ ആ ഒരു പറമ്പിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ വിഷു പ്രമാണിച്ച് നമ്മൾ ഈ പറമ്പിൽ എല്ലാ വർഷവും, കഴിഞ്ഞ വർഷം തൊട്ടാണ് വിഷു പ്രമാണിച്ച് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. കണിവെള്ളരിയും കണിമത്തനും ഈ പറമ്പിൽ ഫുള്ളായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സൈഡിൽ മുഴുവൻ മത്തനും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളരിയായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം നോർമൽ രീതിയിലുള്ള ഒരു കണക്ക് വെച്ചിട്ട് ഒരു 3000 കിലോ 2500-3000 കിലോ വീതം മത്തനും വെള്ളരിയും കിട്ടുന്ന രൂപത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതലാകുമ്പോൾ ഞാൻ ഈ ജോലിയുടെ എല്ലാം കൂടി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, കോട്ടയം ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു 2500-3000 കിലോ കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും
ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ പാടത്ത് നമ്മൾ വെച്ചിരുന്ന മുഴുവൻ ഏക്കറോളം പാടത്ത് നമ്മൾ മുഴുവനും പൊട്ടുവെള്ളരി വെച്ച്. പൊട്ടുവെള്ളരി നമുക്ക് വളരെയധികം ഈ ചൂട് കാലത്ത് ജനങ്ങൾ വളരെയധികം മേടിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വിളയാണിത്. നമുക്ക് വളരെയധികം കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ലാഭം ഉണ്ടാക്കി തരുന്നൊരു വിലയാണ്. നമുക്കിപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും 30 രൂപ നമുക്ക് വില കിട്ടുന്നുണ്ട്. വേറെ നമ്മൾ വെള്ളരി ഇളവനും മത്തിനും ഒക്കെ കൃഷി ചെയ്താലും നമുക്ക് 10 രൂപ 12 രൂപയ്ക്കൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതെനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു ദിവസം 10,000 രൂപ 12,000 രൂപ 15,000 രൂപ വരെ നമുക്ക് 12,000 രൂപ 15,000 രൂപയൊക്കെ നമുക്ക് വരുമാനം കിട്ടിയ ദിവസങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു 500 കിലോ പൊട്ടുവെള്ളരി 500 കിലോ 450 കിലോ 500 കിലോയൊക്കെ നമ്മൾ ഒരു ദിവസം ലോഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ആ സമയം നമുക്ക് 30 രൂപ വെച്ച് 35 രൂപ വെച്ചൊക്കെ കിട്ടുമ്പോഴത്തേക്കും 15,000 20,000 രൂപ വരെയൊക്കെ നമുക്ക് വരുമാനം കിട്ടിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഇവിടെ അത്രയും നമ്മൾ വെച്ചിട്ടില്ല. ഇവിടെ ഈ പറഞ്ഞ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ഈ കണിവെള്ളരിയും കണിമത്തനായതുകൊണ്ട് ബാക്കി വന്ന കുറച്ച് സ്ഥലത്ത് നമ്മൾ കുറച്ച് പൊട്ടുവെള്ളരി വെച്ചിരിക്കുന്നതാണ് ഇവിടെ. അതിപ്പോൾ തീർന്ന സ്ഥിതിക്ക് എല്ലായിടത്തും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രദേശത്ത് കുറേ ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഒരുപാട് കർഷകരുള്ള ഒരു പ്രദേശമാണ് പള്ളിപ്പുറം തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരുടെയും പൊട്ടുവെള്ളരി കൃഷി ഏകദേശം കഴിഞ്ഞ ഒരു സാഹചര്യത്തിലായപ്പോൾ എൻ്റെ കുറേ വിത്തുണ്ടായിരുന്നു, അതൊന്നുകൂടി ഒന്ന് വെച്ചേക്കാമെന്ന് കരുതി അങ്ങനെ ഇപ്പോൾ വെച്ചതിനകത്ത് നിന്ന് കിട്ടിയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നൊരു 100 കിലോ പൊട്ടുവെള്ളരി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇനി മാർക്കറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ആലോചനയിലാണ് ഇപ്പോൾ നമ്മൾ. ഈ കൃഷിക്കുള്ള റിസ്ക്കും അതാണ്. ഇപ്പോൾ ബാക്കി നമ്മൾ വെള്ളരി മത്തൻ തണ്ണിമത്തൻ എന്ത് സാധനമായാലും ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ നമ്മൾ വൈകിയാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ കൃത്യസമയത്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നാളത്തേക്ക് നമ്മുടെ ഈ ഒരു കാ പൊട്ടിപ്പോകുമ്പോൾ ഇതിപ്പോൾ 2.5 കിലോയുള്ള കായാണ് ഈ കാ. നമുക്കിപ്പോൾ 125 രൂപ നമുക്ക് ലോസാണ്. അതുപോലെ 10 കാ പൊട്ടുമ്പോഴത്തേക്കും നമ്മുടെ 1,250 രൂപ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം എടുക്കാൻ വിട്ടുപോയാൽ ചിലപ്പോൾ പോകുന്നത് ചിലപ്പോൾ 100-200 കിലോ കായൊക്കെ പൊട്ടി, അങ്ങനെ അതിൽ കൂടുതൽ കാ പൊട്ടിയിട്ടുണ്ട്. മൊത്തം നമ്മൾ ടോട്ടൽ അത് ഞാനെന്നല്ല ആര് കൃഷി ചെയ്താലും അത് നമുക്ക് കുറേ ഇങ്ങനെ പൊട്ടിപ്പോവും. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കഴിയാവുന്നത് നമ്മൾ മാക്സിമം എടുത്തെടുത്ത് വിളവെടുത്ത് പൈസ മേടിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് പ്രയോജനം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പൊട്ടുവെള്ളരി. ഇവിടെ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് കുക്കുംബറാണ്. ഇത് സ്നോ വൈറ്റ് ഇനത്തിലുള്ള ഇനം കുക്കുംബറാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി വിളവെടുക്കേണ്ടതായിട്ടുള്ള കുക്കുംബറാണിത്. ഇതും ഇതുപോലെ തന്നെ നമ്മൾ സലാഡിന് ഉപയോഗിക്കുന്നത്, വെറുതെ പച്ചയ്ക്ക് അരിഞ്ഞ് കഴിക്കാനൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. വളരെയധികം ഡിമാൻഡുള്ള ഒരു വിഭവമാണിത്. നമുക്ക് 30 രൂപ 40 രൂപ നമുക്ക് റീറ്റെയിലായിട്ടുള്ള വിലയുള്ള സാധനമാണ്. ഹോൾസെയിലായിട്ട് വിൽക്കുമ്പോൾ 25 രൂപ 30 രൂപക്കാണ് അവരെടുക്കുന്നത്. അവരെന്നിട്ട് 50 രൂപക്കോ 60 രൂപക്കും വിൽക്കുമ്പോൾ നമ്മളിത് 40 രൂപ ആ റേഞ്ചിൽ കസ്റ്റമർക്ക് നേരിട്ട് വിൽക്കുകയാണ് നമ്മൾ പൊതുവേ ചെയ്തു പോരുന്നൊരു രീതി. ഇതുകൂടാതെ പച്ച കുക്കുംബറുണ്ട്, അത് നമ്മൾ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ സ്നോ വൈറ്റ് കുക്കുംബറാണുള്ളത്. പിന്നെ കുറച്ച് വഴുതനയുണ്ട്, പിന്നെ പൊട്ടുവെള്ളരി ഉണ്ട് ഇവിടെ, പിന്നെ ചീര, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കണിവെള്ളരി കണിമത്തൻ. നമ്മളിത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. നമ്മൾ ഈ ഷീറ്റ് വാങ്ങിക്കണം, പൈപ്പ് വാങ്ങിക്കണം, ഇതെല്ലാം നല്ല ഇച്ചിരി കോസ്റ്റ് വരും ഇതിന്. അപ്പോൾ നമുക്കത് ഒരു ലാഭകരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വിള മാത്രം ആശ്രയിക്കാതെ വേറെ എന്തെങ്കിലും ഒരു വിള കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇടവിളയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വരുമാനം കൂടി നമുക്ക് കിട്ടും. ആ രൂപത്തിലാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ചീരയാണ് നമ്മളവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടവിളയായിട്ട് ഈ കൂടുതൽ പ്ലോട്ടിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് കാന്താരി തൈ എനിക്ക് ആ സമയത്ത് കിട്ടിയപ്പോൾ, പക്ഷെ അത് കൃത്യമായിട്ട് നോക്കാൻ പറ്റാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ തലയൊക്കെ തിരിച്ചു വിട്ട് കൊടുക്കേണ്ടതായിരുന്നു. അതിനിടയ്ക്കൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ നിൽക്കുന്ന കാന്താരി ഉണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ ഇടവിളയായിട്ട് നമ്മളൊരു സാധനം കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചീരയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇതിൻ്റെ ചിലവ് ഒരുമാതിരി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, പ്രധാന വിളയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ കൃഷി ലാഭകരമാക്കി മുന്നോട്ട് പോവുക എന്നുള്ളൊരു രീതിയാണ് നമ്മളിവിടെ. ഞാൻ മാത്രമല്ല, പൊതുവെയുള്ള വലിയ നല്ല വലിയ കർഷകരൊക്കെ ചെയ്തു പോരുന്നത് കണ്ട് നമ്മളതും പിന്തുടർന്ന് പോരുവാണ് നമ്മളും ചെയ്യുന്നത്. ഇവിടം തൊട്ട് അത്ര ഈ ഏരിയയിൽ മുഴുവനും നമ്മൾ ട്രിപ്പിൻ്റെ കൂട്ടത്തിൽ ചീര വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 500 കിലോ 600 കിലോയോളം ചീര നമ്മൾ ഇവിടുന്ന് മാത്രം പറിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 100-300 കിലോ ചീര ഇവിടെ ഈ പ്ലോട്ടിൽ 2 പ്രാവശ്യമായിട്ട് നട്ടത്, തീർന്നപ്പോൾ വീണ്ടും നട്ടതായിട്ട് അത്രയും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് വഴുതന വെച്ചിട്ടുണ്ട്, നീല വഴുതനയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുക്കുംബറും ഉണ്ട്. അത് ഇപ്പുറത്തോട്ടൊക്കെ പടർന്നിറങ്ങിയിട്ടുണ്ട്. അത് ശരിയായ കുറച്ച് തിരക്കും കാര്യങ്ങളും ജോലിയുടെ തിരക്കൊക്കെ വന്ന കാരണം അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നുകൊണ്ടാണ് അത് ഈ രൂപത്തിലേക്ക് പടർന്നിറങ്ങിയത്. പക്ഷേ നമുക്ക് ഇന്ന് 2 ദിവസം കൊണ്ട് നേരെയാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. അത്
ഈ സാധനം നമ്മൾ കച്ചവടക്കാരിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ എന്താ പറയുക, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പൊട്ടുവെള്ളരി തന്നെ അവരുടെ അടിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവർ 30 രൂപയ്ക്ക് അല്ലെങ്കിൽ 25 രൂപയ്ക്ക് നമ്മുടെ അടിയിൽ നിന്ന് എടുക്കും. എന്നിട്ട് അവർ വിൽക്കുന്ന 60 രൂപയ്ക്ക് നമ്മുടെ അടിയിൽ നിന്ന് വിൽക്കുകയും ചെയ്യും. അവർ 60 രൂപ 70 രൂപയ്ക്ക് വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതേസമയം നമ്മളിത് നേരിട്ട് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപക്കാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ വാങ്ങിക്കുന്ന കസ്റ്റമർക്കും 10 രൂപ ലാഭമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും 10-15 രൂപ നമുക്ക് കൂടുതൽ 20 രൂപയോളം നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. ആ ഒരു രീതിയാണ്. പക്ഷേ ഹോൾസെയിലായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ വർഷം നമുക്കൊരു 5000 കിലോയോളം പൊട്ടുവെള്ളരി നമുക്ക് കിട്ടിയിരുന്നു. അത് നമുക്കിങ്ങനെ നമുക്ക് മാത്രം മാർക്കറ്റിംഗ് നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അത് നമ്മൾ പിന്നെ ഹോൾസെയിലായിട്ട് കുറേ കൊടുക്കും. ഒരു 10,000-1500 കിലോയോളം നമ്മളും ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ നമ്മളും വിറ്റിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ സഹായിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ കുറേ വിനീഷ്, സോമേഷ്, ബിജു, ദില്ലി, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളോട് ഇപ്പോൾ വിളവെടുക്കുന്ന സമയത്താണെങ്കിൽ എനിക്കിപ്പോൾ എന്തെങ്കിലും അസൗകര്യമുണ്ട്, ഞാൻ ജോലിക്ക് പോയിട്ട് എത്തിയില്ലെങ്കിൽ ഇവരെടുത്ത് സഹായിച്ച് റോഡിലേക്ക് എത്തിച്ചു കൊടുക്കും. അവിടെ അമ്മയോ ചേച്ചി ആരെങ്കിലും ആയിട്ടൊക്കെ അവർ വിൽക്കാനുണ്ടാവും. ആ രൂപത്തിൽ പൊതുവായിട്ടുള്ളൊരു സപ്പോർട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഈ വർഷം മാത്രം നമ്മൾ തണ്ണിമത്തൻ ചെയ്തത് ആരാണെന്ന് നമുക്കറിയില്ല. അത് കുറച്ച് ലോസ് ഉണ്ടായി. ആരോ വെച്ച് വിളവെടുപ്പ് നന്നായിട്ടുണ്ടായി, പക്ഷെ അതാരോ മോഷിച്ചുകൊണ്ട് പോയി ഇപ്രാവശ്യം. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായി. അതായത് വലിയ കസ. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത് ഓപ്പണായിട്ട് എല്ലാവർക്കും വരാവുന്ന സ്ഥലത്ത് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ആ പാടത്തായിരുന്നു, അപ്പുറത്തൊരു പാടത്ത്. അത് 5 കിലോ 6 കിലോ ഒക്കെയുള്ള കായാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഇതുപോലെയുള്ള കായ് ഇപ്രാവശ്യം ഉണ്ടായി, ഞാൻ കണ്ടതാണ്. പക്ഷേ ഞാനത് കഴിഞ്ഞ് പൊട്ടുവെള്ളരി വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇത് വെച്ച് ഇതായിട്ടില്ല, മൂത്തിട്ടില്ല. കുറച്ച് പൊട്ടുവെള്ളരിനേക്കാളും കുറച്ചുകൂടി സമയം എടുക്കും. പൊട്ടുവെള്ളരി 45-50 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുപ്പ് തുടങ്ങാമെങ്കിൽ ഇതൊരു 60 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു 10-15 ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് കരുതി ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഇതിനിടയ്ക്കൊക്കെ ആൾ കയറി ചവിട്ടി നശിപ്പിച്ചിട്ടിരിക്കും. വലിയ കായ അവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അതിന് ശേഷമുള്ള ചെറിയ കായൊക്കെ മൂക്കാത്ത രൂപത്തിൽ വെച്ചാൽ ചെടി മുഴുവൻ നശിപ്പിക്കുന്ന രൂപത്തിലേക്കായിപ്പോയി. അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് അങ്ങനൊരു ഇതുണ്ടാകുന്നത് കേട്ടോ. ഇത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞ ഒരു ഹൈടെക് രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചിരിക്കുന്നത്. എന്താ പറയുക, ഞാൻ കൃഷിയെപ്പറ്റി ഒരു ഭയങ്കരമായിട്ട് അപാര നോളജുള്ള ഒരാളൊന്നുമല്ല. എന്നാൽ പോലും നമ്മുടെ ഇത്ര നാളത്തെ ഒരു അനുഭവ പരിചയം വെച്ചിട്ട് ഞാൻ പറയുവാണ്. ആദ്യമായിട്ട് നമ്മൾ ഈ പാടത്ത് കൃഷി ചെയ്ത സമയത്ത് ഈ വെണ്ടയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ച പോലെ. ഒരു പാടം മുഴുവൻ ഏക്കറുള്ള ഒരു പാടത്ത് വെണ്ട മാത്രമാണ് കൃഷി ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ നനയ്ക്കാൻ മാത്രം ഒരു 3.5 മണിക്കൂറോളം ഒരു ദിവസം എടുക്കും. 1.5 അടമെങ്കിലും നനച്ചു കൊടുക്കണം. അതുകൂടാതെ വിളവെടുക്കാനായിട്ടും 3.5-4 മണിക്കൂറോളം എടുക്കും. ആ ഒരു സീസൺ 2 സീസൺ അങ്ങനെ അങ്ങോട്ട് പോയി നമ്മൾ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സമയം ഭയങ്കരമായിട്ട് നനയ്ക്കിന് വേണ്ടിയിട്ടുള്ള ഈ സമയം പോകുന്നത് ഒരു ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇങ്ങനെയുള്ള മെത്തേഡ് ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെ ചെയ്യണം, ഏത് രൂപത്തിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടുപഠിച്ചിട്ട് ഈ പറഞ്ഞ രഞ്ജിത്ത് ആദ്യം ഒരു സ്ഥലത്ത് ചെയ്തു. അത് നോർമൽ രീതിയിൽ ഇതിൻ്റെ കൃഷി വകുപ്പിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നമ്മൾ ഇൻഫോം ചെയ്തിട്ട് അവർ വന്ന് ചെയ്തു. പക്ഷേ അത് നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആവും ആ സാധനം. പക്ഷെ അവർ അതേതായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അത് കണ്ടുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ പറമ്പ് മുഴുവനും ചെയ്തിരിക്കുന്നത്. വേറെ പുറത്തുനിന്ന് ആരുമില്ല. ഞാനും നമ്മുടെ സുഹൃത്തുക്കളും ചേർന്നുകൊണ്ടാണ് ഇത് ഡ്രിപ്പ് ലൈൻ, ഇതിൻ്റെ ഇടയ്ക്കൂടി ഡ്രിപ്പ് ലൈൻ ഉണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നു. ഈ ഡ്രിപ്പ് ലൈൻ ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിനകത്തുകൂടി നമുക്ക് എല്ലാത്തിൻ്റെയും ചോട്ടിൽ വെള്ളം വരുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ വലിയ പൈപ്പ് ഓടിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഡ്രോപ്പായിട്ട് നമുക്ക് വന്ന് വീണുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അത്രയും ഈ നനയ്ക്കാനായിട്ടുള്ള സമയം കുറേ ലാഭം ഉണ്ടാവും. പിന്നെ കള പിടിക്കില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ വളം കൊടുക്കാനായിട്ടാണെങ്കിലും വെഞ്ചറി സിസ്റ്റംസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് സോലുബിളായിട്ടുള്ള വളങ്ങൾ, NPK, അതൊക്കെ മൂലകങ്ങൾ, ബോറോൺ, മഗ്നീഷ്യം, ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ്, ഇതൊക്കെ നമുക്ക് ഈ ഡ്രിപ്പിലൂടെ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ പടർന്നുകൊണ്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അല്ലാതെയുള്ള നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ട് ഇലകളിൽ സ്പ്രേ ചെയ്തിട്ടുള്ള രീതി അവലംബിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആദ്യം നിലം ഒരുക്കിയതിന് ശേഷം കോഴിവളം, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, കുമ്മായ ഏറ്റവും ആദ്യം ഇടും. അതിനുശേഷം കോഴിവളം, വേപ്പും പിണ്ണാക്ക്, കുമ്മായപ്പൊടി, പിന്നെ എല്ലുപൊടിയൊന്നും പക്ഷേ ഇതിന് നമ്മൾ ഇടാറില്ല. പക്ഷേ ഇതൊരു 3 മാസം കൊണ്ട്, ഇതിൻ്റെ ഏകദേശം 4 മാസം കൊണ്ട് ഇതിൻ്റെ ഇതെല്ലാം നമ്മൾ കഴിയും. ബാക്കിയുള്ള ഇതുപോലെയുള്ള വേറെ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വിളകളൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലുപൊടി കൂടി യൂസ് ചെയ്യും. ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സോലുബിളായിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അത് പിന്നെ പൊട്ടാസ്യം നൈട്രേറ്റ്, ഇതുപോലെയുള്ള വളങ്ങൾ, മൂലകങ്ങളായിട്ടുള്ള വളങ്ങൾ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ അവലംബിക്കുന്ന രീതി, പൊതുവായിട്ട് ചെയ്യുന്ന രീതി.
നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കടപ്പാടുള്ള ഒരു കുടുംബത്തിൻ്റെയാണ് ഈ സ്ഥലം. കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ സാറ് മരിച്ചുപോയി. അതുപോലെ തന്നെ സുലോചന ടീച്ചർ, അവരുടെ ഇതിലുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തൊരു പാടം, അതിൻ്റെ അടുത്തോട് ചേർന്ന് നമ്മൾ ഈ കൃഷി ചെയ്യുന്ന മുഴുവൻ സ്ഥലങ്ങളും ഈ കുടുംബത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ സുമയെന്ന് പറഞ്ഞൊരു ടീച്ചറിൻ്റെ അവരുടെ സ്ഥലമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, വളരെയധികം നമുക്ക് എല്ലാ രൂപത്തിലും സപ്പോർട്ട് ചെയ്ത്, എനിക്ക് സാധാരണ നമ്മളെല്ലാവരും കൃഷി ചെയ്യുമ്പോഴത്തേക്കും പാട്ടോ എന്നുള്ള രൂപത്തിൽ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരി എനിക്ക് കൃഷി ചെയ്യാനായിട്ട് പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് എന്നോട് ചോദിക്കുക, എന്നെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പൈസ എന്ന് സഹകരിക്കുന്നൊരു കുടുംബമാണ്. അത് കൃഷി ചെയ്യാനെന്നുള്ള രൂപത്തിലല്ല, എൻ്റേതായിട്ടുള്ള എന്ത് സാഹചര്യങ്ങളുണ്ടെങ്കിലും, എൻ്റെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ ഉയർച്ചയിലാണേലും ഓരോ കാര്യങ്ങളിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ആളാണ് ഈ പറയുന്ന ടീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മളെ വളരെയധികം സഹായിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു പോയതാണ്. അതിനുശേഷം ഇതെടുക്കാനായിട്ടാണെങ്കിലും എല്ലാ കാര്യത്തിലും അച്ഛനേക്കാളും ഇതായിട്ട് അമ്മ കൂട്ടത്തിലുണ്ടാവും. എല്ലാ കാര്യത്തിലാണെങ്കിലും ഈ സാധനങ്ങൾ എടുത്ത് ചുമക്കാനാണേലും ഇതിനാണേലും. പിന്നെ അതുപോലെ തന്നെ ഭാര്യ, 2 കുട്ടികളുണ്ട്. ഇവരുമൊക്കെ വളരെ നല്ല രൂപത്തിലുള്ള സപ്പോർട്ടാണ്. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ഇവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ഈ കൃഷി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയപരിമിതി ഉള്ളത് ഈ ജോലിയുടെ ഭാഗമായിട്ടാണ്, ഈ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് നമുക്ക് എപ്പോഴും. പക്ഷേ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയാണേലും സുഹൃത്തുക്കളാണേലും ഒരുപാട് ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്രതാപൻ എന്ന് പറഞ്ഞ പണിക്ക് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ, നമ്മളെ കൃഷിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു വലിയ കർഷകൻ, അദ്ദേഹം പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടാണ് നമ്മളിങ്ങനെ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രേരണാ ഘടകം. ചിലപ്പോൾ കൃഷി നഷ്ടം സംഭവിക്കും. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ കണി മത്തം വെച്ചിരിക്കുന്നതിനകത്ത് കുറച്ച് ലോസ് നമുക്കുണ്ടാകും. ഇവിടെ കഴിഞ്ഞ ഓണത്തിന് ഈ പറമ്പിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തപ്പോഴത്തേക്കും അതിഭയങ്കരമായിട്ടുള്ളൊരു മഴ പെയ്തപ്പോഴത്തേക്കും നട്ടതിൻ്റെ അന്ന് വൈകിട്ട് ഇത് വന്ന് ഇവിടെ ഈ പ്രദേശം മുഴുവൻ മുങ്ങിപ്പോയി. ഞാൻ നട്ട സാധനങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയതാണ്. കഴിഞ്ഞ ഓണത്തിന് കൃഷി ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ലോസ് ഉണ്ടായി. അപ്പോൾ ആൾക്കാർ പൊതുവെ ചോദിക്കാറുണ്ട്, ഇത്രയും കഷ്ടപ്പാടില്ല, വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ നമുക്ക് പണി കിട്ടില്ലെന്ന് ചോദിക്കും. പിന്നെ ചോദിക്കുന്ന കൃഷി ലാഭം അല്ലെങ്കിൽ പിന്നെ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇപ്പം നമ്മുടെ ഈ പ്രദേശത്തുള്ള കുറേ നല്ല അധികം പ്രായമുള്ള 50-60 വയസ്സുള്ള കൃഷിക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ പൈസ ഇല്ലെങ്കിൽ പോലും എല്ലാ വർഷവും കൃത്യമായിട്ട് കൃഷി ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ് എന്ന് നേരത്തെ ഇവരെന്നോട് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ താല്പര്യപ്പെട്ട് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്തു പോകും. പൈസ ഇല്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്തു. പക്ഷേ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവേ നമ്മുടെ മേഖലയിലുള്ള കൃഷിയുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ വേനൽ വരുന്ന സമയത്ത് പാടത്ത് വെള്ളമൊക്കെ പറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ സമയം നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പാടത്ത് വെള്ളം വലിയുന്ന സമയം നോക്കിയിട്ട് കൃഷി ചെയ്തില്ലെങ്കിൽ പാടത്തുനിന്ന് വിളവ് കിട്ടില്ല. ആ സമയം നോക്കിയിട്ട് കൃഷി ചെയ്യും. എല്ലാവരും ഒരുമിച്ച് വെള്ളരി ചെയ്യും, മത്തം ചെയ്യും, ഇളവൻ ചെയ്യും. പൊതുവെ ഇപ്പോൾ 10 രൂപക്ക് 8 രൂപക്ക് നമ്മൾ ഈ സാധനം കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് നമ്മുടെ ഇവിടുത്തെ കർഷകർ എത്തിച്ചേരും. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ ചെയ്യുന്നുണ്ട്. പുള്ളി പണ്ട് തൊട്ടേ ചെയ്യുന്ന രൂപത്തിൽ ആ സാധനങ്ങൾ തന്നെ ചെയ്യും. അത് തന്നെ മാർക്കറ്റ് ചെയ്യാൻ പണ്ട് തൊട്ട് തന്നെ കൊടുക്കുന്ന കടയിൽ ഒരുമിച്ച് 100 കിലോ 200 കിലോ 500 കിലോയും കൊണ്ട് കൊടുക്കും. അവർ 10 രൂപക്കും 8 രൂപക്കും എടുക്കും. അതേസമയം ഈ സാധനം നമ്മൾ 50 കിലോ വീതം 10 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 8ൻ്റെ സ്ഥാനത്ത് 20 രൂപ ചിലപ്പോൾ കിട്ടും. പക്ഷേ പുള്ളിയുടെ സാഹചര്യം, ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ചിട്ടാണ് അത് കൊടുക്കാൻ അവർക്ക് പറ്റാതെ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന രൂപത്തിൽ പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാനിതിപ്പോൾ ഒരിക്കലും ഒരു രാഷ്ട്രീയമായിട്ടോ സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയില്ല. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇവിടെ ഈ സാധനങ്ങൾ മുഴുവനും മുങ്ങിപ്പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനത് ഈ പറമ്പിൽ പിന്നെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ലായിരുന്നു. വെള്ളം കുറേ നാൾ നിന്ന് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് കിട്ടില്ല. പിന്നെ ഒരു മനസ്സുമെടുത്ത് ഈ പറമ്പിൽ ചെയ്തില്ല, വേറെ പറമ്പിലാണ് ചെയ്തത്. അപ്പോൾ ഈ പറമ്പിൽ അമ്മ ഈ ഓണമായപ്പോഴത്തേക്ക് വന്നപ്പോൾ കുറേ പടവലും പീച്ചിലും ഒക്കെ ഇവിടെ നിലത്ത് കിടന്ന് പടർന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആ സമയത്ത് കൃഷി ഓഫീസറായിരുന്ന ആശ മാഡം എന്ന് പറയുന്ന ആശ മാഡത്തിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, മാഡം ഇങ്ങനെ കുറച്ച് സാധനമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മാർക്കറ്റിങ്ങിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസം VFPCKയിൽ കൊടുത്ത് ഓണായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ സാധനം ഉണ്ടായിരുന്നു നമുക്ക്. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് തന്നെ കിട്ടിയ സാധനങ്ങൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, പട്ടണക്കാട് കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ചന്തയുണ്ട്, അവിടെ ചെന്ന് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ മനു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള കൃഷി അസിസ്റ്റൻറ്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഈ സാധനം കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്നോട് 60 രൂപ വെച്ചെടുത്ത പീച്ചിൽ അവിടെ അവർ വിൽക്കുന്ന 54 രൂപയ്ക്കാണ് വിൽക്കുന്നത്.
എന്നോട് 60 രൂപ വെച്ച് എടുക്കുന്ന കർഷകർക്ക് കൂടുതൽ വില തന്നിട്ട് ജനങ്ങൾക്ക് അതിലും വില കുറച്ചുകൊണ്ടാണ് സർക്കാർ ആ സമയത്ത് കൊടുത്തത്. ഞാൻ അവിടുന്ന് തന്നെ എനിക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് വാങ്ങിച്ചിട്ട് പോകുന്നു. ഞാൻ ആ 60 രൂപയ്ക്ക് അവിടുന്ന് നാടൻ കാ നമ്മുടെ കർഷകരുണ്ടാക്കിയ നാടൻ കാ ഞാൻ അവിടുന്ന് 60 രൂപയ്ക്ക് വാങ്ങിച്ചപ്പോഴത്തേക്കും അത് ഞാൻ വരുന്ന വഴി തുറവൂർ ചോദിച്ചപ്പോഴത്തേക്ക് ആ കായ്ക്ക് 65 രൂപ 70 രൂപ വരവ് കായ്ക്കുണ്ടായിരുന്നു. ഞാൻ പോലും അറിയുന്നത് കൃഷി ചെയ്യുന്ന ഞാൻ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അവിടെ നേരിട്ട് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കർഷകരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ഗവൺമെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വിൽപ്പന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ ഈ ഇടനിലക്കാരും കച്ചവടക്കാരും ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതി ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രായമായിട്ടുള്ള കർഷകരെയൊക്കെ ഈ പറയുന്ന വിലയ്ക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കുറച്ച് അധികം പ്രായമില്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ളവർ നിങ്ങളിപ്പോൾ ആ വിലക്ക് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ നേരിട്ട് വിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ കണ്ടെത്തുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെയും പിടിച്ചു നിന്ന് പോകാനായിട്ട് പറ്റുന്നത്. നേരത്തെ ഞങ്ങൾ ഒരിടയ്ക്ക് എന്താ പറയുക, ഞാൻ വെണ്ടയൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഞങ്ങളൊരു 3-4 കർഷകർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷെ അതിൽ നിന്നും ഈ 4 പേർക്കും ഒരുപാട് കൃഷി 4 പേരും ചെയ്യാൻ തുടങ്ങി കൂടുതലായിട്ട്. അപ്പോൾ എല്ലാവരുടെയും ഇപ്പം എനിക്ക് പൊട്ടുവളരി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ് നമ്മുടെ ബാക്കി 3 കർഷകർക്കും പൊട്ടുവളരി തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും സാധനത്തിൻ്റെ ചിലവ് കുറവായി പോകും. അപ്പോൾ ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ട്. പക്ഷേ അതൊരു വാശിയോ കോമ്പറ്റീഷനോ ആയിട്ടൊന്നും അല്ല. ചിലപ്പോൾ അവിടെ ഇല്ലെങ്കിൽ അവൻ എൻ്റെ അടിക്കുന്ന എടുത്തുകൊണ്ട് പോകും, ഞാൻ അവൻ്റെ അടിക്കുന്ന എടുത്ത് വയ്ക്കുക. ആ രൂപത്തിൽ നമുക്ക് സാധനം ചിലവാക്കുക എന്നുള്ള അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഏകദേശം ഒരേ വിലയിൽ തന്നെയാണ് നമ്മൾ വിൽക്കുകയും ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല വിളവ് കിട്ടട്ടെ, നല്ല ഒരു കാർഷിക ആദായം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.